പാർക്കാണ് കേട്ടോ, പാർക്ക്. പാർക്കിൽ വെള്ളം വിട്ടിറക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, സൂപ്പറായിട്ടുണ്ട്. ഇത് രാവിലത്തെയാണ്. അപ്പം അങ്ങനെ ഇന്ന് പാർക്ക് കുറച്ച് വിശേഷങ്ങൾ പാർക്കിൻ്റെ കാണിക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അങ്ങനെ വെള്ളം വരുന്നത് ഇവിടെ എല്ലാവിടെയും എങ്ങനെ വെള്ളം വരുന്നത് അറിയില്ല. ഇവിടെ വരുന്നത് എങ്ങനെയാണ്, സൂപ്പറായിട്ടില്ലേ കാണാൻ. അടിപൊളിയാണ്. ഈ മരങ്ങളിക്കുള്ള പോണ വെള്ളമാണിത്. പിന്നെ എന്തോ വിതച്ചിട്ടുണ്ട്, പുല്ലാവുന്നു. പുല്ല് ഓട്ട കാണുന്നുണ്ടോ, ഓട്ടയായിട്ട് അതിലെന്തോ വിതച്ചിറക്കുകയാണ്. എന്തോ ഈ വെള്ളം പൂണ്ടാൻ പ്രത്യേക ഭംഗിയാണ്. പാർക്കിൻ്റെ അടുത്തുള്ള റോട്ടിലത്തെ കാറുകളാണ് ഇതൊക്കെ. ഒട്ടതും പാർക്കാണ്. പാർക്കിൻ്റെ അടുത്തുള്ള കാർ പാർക്കിങ്, കാറുകൾ സൂപ്പറായിട്ടുണ്ട് കാണാൻ. അപ്പോൾ വീഡിയോ ഇട്ട് എല്ലാവർക്കും കാണാമല്ലോ, അതുകൊണ്ടാണ് വീഡിയോ പറഞ്ഞത്. ലൈനായിട്ട് ഇവിടെയും വെള്ളം വിട്ടു. നല്ല ഭംഗിയില്ല. സൂര്യൻ ഉദിച്ചു വരുന്നു. 7:45 ഇവിടെ. രാവിലത്തെ വ്യൂ ആണ്. പൂക്കിത്തീര മാതിരി തോന്നും കണ്ട, ഇല്ലേ? നല്ല ഭംഗിയില്ല കാണാൻ. അപ്പം അങ്ങനെ സൂപ്പർ കാഴ്ചകളാണ്. എല്ലാവർക്കും നേരടിയെ വന്ന് കാണാൻ പറ്റാത്തവർക്കൊക്കെ വീഡിയോയിൽ കാണാമല്ലോ, അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. പിന്നെ എപ്പോഴും കുക്കിംഗ് വീഡിയോ അല്ലേ, കുക്കിംഗ് വീഡിയോ കണ്ട് ബോറടിച്ചിട്ടുണ്ടാവും ചിലവർക്കൊക്കെ. കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ മാത്രമേ കുക്കിംഗ് വീഡിയോ കാണുള്ളൂ അധികവും. അല്ലാത്തവരൊക്കെ ഇങ്ങനത്തെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ നന്നായിട്ടില്ലേ വെള്ളം പോണത് കാണാൻ. എന്തോ വിതച്ചിറക്കുകയാണ്, പുല്ലാ തോന്നുന്നു വിതച്ചിറക്കുന്നത്, നമുക്കറിയില്ല. മരങ്ങളാണ്, മരത്തിലേക്കാണ് വെള്ളം വിട്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ വ്യൂ. ചുറ്റി റോഡാണ്, സ്കൂൾ ബസ്സൊക്കെ പോകുന്നുണ്ട്. ഉണ്ടോ, ഞാനിപ്പോഴത്തെ സ്കൂൾ ബസ്. നല്ല പൂക്കിറ്റിയുടെ മോഡലാണ്. അപ്പോൾ ചെറിയ സൗണ്ടൊക്കെ ഉണ്ട് ശേഷത്ത്. അടുത്തുനിന്ന് കാണിച്ചു തരികയാണ്. ആ ചുറ്റി പോവും വെള്ളം, മേപ്പിട്ടും പോവും. നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി സ്കൂട്ടറുകൾ കണ്ടോ, നല്ല ഭംഗി, നല്ല വ്യൂ. ഈ വെള്ളം പോണ നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത്, ആ ഇഷ്ടം കൊണ്ട്. നന്നായിട്ടില്ലേ?
പാർക്ക്, കുട്ടികളെ കളിക്കുന്ന സ്ഥലമാണ്. അടിയിൽ മണ്ണുണ്ട്. ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഊഞ്ഞാൽ ആടലുണ്ട്. കുട്ടികൾ ഇരുന്ന് കളിക്കുന്ന സ്ഥലം ഇങ്ങനെ ആക്കാം. അങ്ങനെ അപ്പുറത്തേക്ക് ഇതിലൊക്കെ കുട്ടികളിങ്ങനെ കയറി കളിക്കും. പിന്നെ ഊഞ്ഞാൽ 2 എണ്ണം ഉണ്ട്, 2 സ്ഥലത്തുണ്ട്. കുറച്ച് വലിയ പാർക്കാണ്. ഇത് അവിടെയൊക്കെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കാണുന്നുണ്ടാവില്ല, ദൂരല്ല. അരളിയും മരമൊക്കെ ഉണ്ട്. പൂവ്, വെള്ളപ്പൂവിൻ്റെ മരമാണ്. ഇതാണ് കുട്ടികൾ പന്ത് കളിക്കുന്ന സ്ഥലം. വൈകുന്നേരം ഭയങ്കര തിരക്കാവും. ഞായറാഴ്ച, ശനിയാഴ്ച, പിന്നെ ഉച്ചവരെയല്ലേ സ്കൂളുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമുള്ള കളികളാവും. നല്ല ഭംഗി, നല്ല രസമുണ്ടാവും കാണാൻ. രാത്രിയൊക്കെ ഫുൾ ലൈറ്റൊക്കെ ഉണ്ടാവും. വൈകുന്നേരത്തെ വീഡിയോ എടുക്കണം എന്നുണ്ട്, നോക്കട്ടെ. അപ്പം അങ്ങനെ ഇതാണ് കുട്ടികളുടെ പന്ത് കളിക്കുന്ന സ്ഥലം. ഫുട്ബോളോ അങ്ങനെയൊക്കെ ഇല്ല. നല്ല അടിപൊളിയാണ്. നിറയെ ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്ന സ്ഥലമാണ്. അധികം ആൺകുട്ടികളുണ്ടാവുക. പിന്നെ ഒന്നും കൂടെ ഉണ്ട്. ഇവിടെ ഒന്ന്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന്. കുട്ടീനെ ട്രോളിയിൽ കൊണ്ടുപോകണം. ഇങ്ങനെയാണ് കുട്ടികളെ ട്രോളിയിലാണ് കൊണ്ടുപോകുക എല്ലാവരും. അധികം ആൾക്കാരൊന്നും എടുക്കില്ല അവിടെ കുട്ടികളെ. എന്താ അറിയില്ല അത്. ഇനിയൊന്ന് 2 എണ്ണം ഉണ്ട്. 2 തരം കളിയാണെന്ന് തോന്നുന്നു. 2 എണ്ണം ഉണ്ട്. പിന്നെ ചെടീനൊക്കെ ഇവിടെ എപ്പോഴും ഒപ്പം വെട്ടും. ഇത് ബാത്റൂമാണ്, പാർക്കിലെ ബാത്റൂം. ചെടി ഒപ്പം വെട്ടി നിർത്തും. അത് ഭയങ്കര കാണാൻ നല്ല ഭംഗിയാണ്. ഉയരത്തിൽ വെച്ചാൽ കാണുന്നുണ്ടോ? കണ്ടോ, ഒപ്പം വെട്ടിയിട്ടാണോ. പിന്നെ നമ്മുടെ ഈ ഇത് കടലാസ് പൂച്ചെടിയില്ലേ, അതും അങ്ങനെയാണ്. ഒപ്പം നല്ല ഷേപ്പാക്കി വെട്ടും. ഇപ്പം പൂത്തിറക്കുകയാണ്. നിറയെ പൂവുണ്ട്. അതേമാതിരി ഈ സൈഡും 2 സൈഡും ഭംഗിയാണ് കാണാൻ. ഇത്ര ദിവസം പൂവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണ് പൂവ് നിറയെ ഉണ്ടായിരുന്നത്. അവർ വെട്ടി വിടും. അടിയിൽ പൈപ്പൊക്കെ ഇട്ട് നനയ്ക്കും. കണ്ടോ, അടിയിൽ കൂടെ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൂടെയൊക്കെ ആഴ്ചക്ക് അപ്പോൾ നനയ്ക്കറിയില്ല, വെള്ളം വിടും. നല്ല ഭംഗിയല്ലേ. എനിക്ക് ഭയങ്കര ഇതാണ് നല്ല ഇഷ്ടമായത്. പാർക്ക് സൈഡ് കൂടെ ഫുള്ളും കാറിൻ്റെ സൈഡിലുള്ള ബിൽഡിങ്ങുകൾ. എല്ലാ ബിൽഡിങ്ങിനും നമ്പർ ഇട്ടിട്ടാണ്. കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. കാറൊക്കെ താഴത്ത് കൂടെ പാർക്കിംഗ് ആണ്. പാർക്കിങ് ചെയ്യാൻ സ്ഥലമില്ലാത്തവർ റോട്ടിൽ നിർത്തും. ആ റോട്ടിൽ കൂടെ നിൽക്കണത് ഫുള്ളും. അവരെപ്പോൾ പോകണം അപ്പോഴാണ് കാർ എടുക്കുള്ളൂ. അതുവരെ റോട്ടിൽ കിടക്കും കാറുകൾ. അങ്ങനെയൊക്കെയാണ്. വീഡിയോ കാണണം. അടിപൊളിയല്ലേ. കുട്ടികളാണ് അധികം പാർക്കിനോടുള്ള ഇഷ്ടം, കളിക്കാൻ.
ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആരുമില്ല. വൈകുന്നേരം നല്ല തിരക്കുണ്ടാവും. ചില ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാവും, ചില ദിവസങ്ങളിൽ തിരക്ക് കമ്മിയാവും. ചെടീനൊപ്പം എല്ലാ ചെടികളും ഇങ്ങനെ ഒപ്പം വെട്ടി കൊടുക്കും, നല്ല ഷേപ്പാക്കിയിട്ട്. അതാണ് ഒരു പ്രത്യേക ഇത് ഇവിടുത്തെ. കണ്ടോ, രാവിലെ ആയതുകൊണ്ട് ആരുമില്ല, ആൾക്കാരൊന്നും. ഇല്ലെങ്കിൽ നിറച്ച ആൾക്കാർ നടന്നുകൊണ്ടിരിക്കും. കുട്ടികളും ആൾക്കാരും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കും. നല്ല ഭംഗിയില്ലേ. ചെടീനൊക്കെ ഷേപ്പാക്കി കൊടുക്കും എപ്പോഴും. ആണ് കണ്ടോ, എല്ലാ ചെടികളും അങ്ങനെയുണ്ട്, ഷേപ്പാക്കി കൊടുക്കും അപ്പപ്പോൾ. 4 പുറം തഴച്ച് വളരാനൊന്നും വിടില്ല, ഒപ്പം ഷേപ്പാക്കി കൊടുക്കും. പിന്നെ ഇവിടെ എപ്പോഴും അടിച്ചു കോരി ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും, വൈകുന്നേരം മുട്ടും. അതുകൊണ്ട് ചളി, മണ്ണ്, കുപ്പ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭയങ്കര നീറ്റാണ്. ചെടിയുള്ള ഷേപ്പ് കണ്ടോ. ചളി, മണ്ണ്, കുപ്പ അങ്ങനെയൊന്നും അവർ ഇടാൻ അതില്ല. അപ്പം ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ മഞ്ഞ ബസ് വന്നിട്ട് ബാലവാടി മാതിരിയുള്ള ഇതുണ്ട്, കുട്ടികളെ നോക്കണത്. അതാണ് അതിലത്തെ ബസ്. ഈ മഞ്ഞ ബസ് ബാലവാടി ഇല്ലേ, ബാലവാടി എന്താ പറയുക, ചെറിയ കുട്ടികളെ നോക്കില്ല, ഒരു 2 വയസ്സ് 1.5 വയസ്സ് അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ നോക്കണതാണ്. പക്ഷെ പുറത്തൊന്നും ആരും കാണില്ല, ഒക്കെ ഉള്ളിലാണ്. റോഡ് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് റോഡല്ല, വീട്ടിൽ നിർത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കാറുകളങ്ങനെ പാർക്ക് ചെയ്തിരുന്നത്. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ചായക്കട, എല്ലാതും ഉണ്ട്. പാർക്കിൻ്റെ അടുത്ത് അവിടുന്ന് ചായക്കട ചായ വാങ്ങും, പാർക്കിൽ നിന്ന് ചായ കുടിക്കും. അങ്ങനെ ഇവിടുത്തെ ട്രെൻഡാണത്. ചായയും കടി വാങ്ങുക, ബജി, വട, ബോണ്ട എല്ലാം ഉണ്ട്. എല്ലാം വാങ്ങുക, ചായ കുടിക്കുക. ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും. അടിപൊളിയാണ്. അതിൻ്റെ ഇതാവും നമ്മുടെ ചെടികളും ഒപ്പം. സൂപ്പറായിട്ടില്ലേ. കാർ നിർത്തിക്കൊണ്ടില്ല, എല്ലാവരും റോഡിലാണ് നിർത്തുക. കണ്ടോ, റെസ്റ്റോറൻറ്റ് ഇവിടെ, പിന്നെ എന്തൊക്കെ കടകളൊക്കെ ഉണ്ട്. മുടി വെട്ടാൻ കണ്ട്, ചായക്കട ഉണ്ട്, ചായ കുടിക്കുക, ചായ കടി അവിടെ നിന്നിരിക്കുക. ആകാശം സൂപ്പറായിട്ടുണ്ട് കാണാൻ. എന്താ വെള്ളം വരുന്നത്. ഇതാണ് ചായക്കട. നമ്മൾ ചായക്കട പറയും. ചായയും കടികളുണ്ട്. രാവിലെ തിരക്കില്ല, വൈകുന്നേരമായ ഭയങ്കര തിരക്കാവും ചായക്ക്. വെള്ളം ജാസ്തി പക്ഷികളൊന്നുമില്ല, എന്നാലും പക്ഷിയുണ്ട്. ഈ പാർക്കിൽ മാത്രമേ ഉള്ളൂ. നായ, പട്ടി, പൂച്ച, പക്ഷികളൊന്നും ആരും വളർത്തുന്നില്ല. പാർക്കിലത്തെ മാത്രമുള്ള പക്ഷികൾ ഉണ്ട് വെള്ളം നിൽക്കുന്നത്. അവിടെയൊക്കെ ഇരിക്കാനുള്ളതാണ് ഇത്. ഇനി ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുണ്ടായി കാണിച്ചു തരാം കേട്ടോ. ഇത് പള്ളി മുസ്ലിം പള്ളിയാണ്, ഉയരമുള്ളത്.
പിന്നെ ഇങ്ങനെ ചെടി വെച്ച് ചെടിയുടെ അടിയിൽ ഇത് വെച്ചിട്ടുണ്ടാവും. നല്ല ഭംഗിയിൽ കാണാൻ പൂവ് ഉണ്ടായിട്ട് ചെടി വെച്ചിട്ടുണ്ട്. ചെടിയുടെ അടിയിൽ കൊടുക്കാൻ ഉള്ളിൽ വെള്ളമൊക്കെ വിട്ടിട്ട് അവർ ചെടി നട്ട് പിടിപ്പിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അടിക്കടി കളറൊക്കെ മാറ്റും. കണ്ടോ, അവിടെ ഇരിക്കുക. ഇവിടെ മെയിൻ കാറാണ്. വേറെ വണ്ടികളൊന്നും ഇല്ല. ഫുള്ളും കാർ പാർക്കിങ്ങാണ് ഇതൊക്കെ. അങ്ങനെ ബോർഡ്സ് കെട്ടണം. ചെടി ഭംഗിയില്ലേ, സൂപ്പർ. വെള്ളം പോണു. ആൾക്കാരൊക്കെ ജോലിക്ക് പോവാണ്. പൂക്കിറ്റിമാലിൻ്റെ വെള്ളം ഉണ്ടോ? കുപ്പറണ സ്ഥലമാണ് ഇതൊക്കെ. വേസ്റ്റ് ഇടുന്നത്, കുപ്പകളൊന്നും പുറത്തിടാൻ പാടില്ല. അങ്ങനത്തെ വേസ്റ്റ് സ്ഥലം. റെസ്റ്റ് ഇരിക്കാൻ, നടക്കാൻ. ഈ ഒരു മരം നല്ല ഭംഗിയിൽ കാണാൻ. നല്ല മഞ്ഞ പൂവൊക്കെ ആയിട്ട്. എന്ത് മരമാണെന്ന് അറിയില്ല. നല്ല ഭംഗിയുള്ളൊരു മരമാണ്. ഇതിലേക്ക് വ്യത്യസ്തമായിട്ടുണ്ട്. അടിയിലിങ്ങനെ പൈപ്പൊക്കെ ഇട്ടാണ് വെള്ളം വിടുന്നത്. ചെടി അതിൽ കൂടെ തന്നെ വെക്കുക. വെള്ളം കൂടെ സൂപ്പറായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനിങ്ങനെ ഇങ്ങനെ പാർക്കിലൊക്കെ വെള്ളം പറഞ്ഞൊക്കെ ഇങ്ങനെ ചെയ്യാം. അതിന് ആൾക്കാരുണ്ട്. ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കണം നമുക്കറിയാം. അങ്ങനെ പോകുന്ന വെള്ളം അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഫുള്ളും എപ്പോഴും അടിച്ചു കൂടി ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഉപ്പ എന്നിട്ട് ഒന്നും ഇവിടെ വരാത്ത മാതിരി. നല്ല സൂര്യൻ ഉദിച്ച് വരും. നമ്മുടെ പാർക്കിലത്തെ വിശേഷങ്ങൾ ഇനി വൈകുന്നേരത്തെ ഇടണമെന്നുണ്ട്. നോക്കട്ടെ, കിട്ടിയ വെട്ടിച്ചെടുത്തിടാം. ആകാശത്തൂടെ എന്തോ പോയിന്റ് വേണ്ടോ കണ്ടോ? ഫുള്ളും നല്ല ഭംഗിയാണ് ആകാശം. ഇനി ഇരുന്ന് സംസാരിക്കുക, കൂട്ടം കൂടെയൊക്കെ ചെയ്യാം. ഫ്രണ്ട്സുകൾ മീറ്റ് ചെയ്യലൊക്കെ പാർക്കിലാണ്. ഇവിടെ അങ്ങനെ പാർക്കിലെ വിശേഷങ്ങൾ. നടക്കാം, സൗകര്യമായിട്ട് നടക്കാനൊക്കെ സ്ഥലമുണ്ട്. കാണുന്നുണ്ടോ? ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ഫോൺ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. മറ്റേ ഇതുണ്ടെങ്കിൽ അത് എണ്ണയും ചേർത്തി കാണിക്കാൻ പറ്റും. അങ്ങനെ പാർക്കിലെ വിശേഷങ്ങളും പാർക്കും. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തെ എടുക്കണം. നല്ല ഭംഗിയുണ്ടാകും ലൈറ്റൊക്കെ ഇട്ട്.
ഇവിടെ പ്രത്യേക തരം ലൈറ്റാണ്. മെയിൻ കാറാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതും അല്ലാണ്ട് ഇങ്ങനെ വലിയ വലിയ കാറുകളാണ് ഇവിടെ പ്രധാനം തോന്നുന്നു. ഫുള്ളും വലിയ വലിയ കാറുകളാണ്. വലിയ വലിയ കാറുകൾ. എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടണമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനൊന്നും എടുത്തു മാത്രം. ഇതൊക്കെയാണ് പാർക്കുകളിലെയും പാർക്കിലത്തെ വിശേഷങ്ങൾ. ഈ പൂവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കളർ അതിൻ്റെ ഇടയിൽ കൂടെ മരങ്ങളുണ്ട് കണ്ടോ. മരുഭൂമിയിലെ മരങ്ങൾ നല്ല നോക്കും. നല്ല വെള്ളം ഒഴിച്ചിട്ടും അതിൻ്റേതായ ഇതിൽ നല്ല ശ്രദ്ധയാണ്. നിറയെ പേര് അതിന് ജോലി ചെയ്യുന്നുണ്ട് ഈ പാർക്കിൽ. ഇതിലല്ല, എല്ലാ പാർക്കിലും ഉണ്ട്. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള പാർക്കൊന്നും കിട്ടുമോ ഉണ്ടോ. നടന്ന് വീഡിയോ എടുക്കുകയാണ്. പോക്കറ്റോ അങ്ങനെ പറയില്ല, അതാണ് പോണത്. കാണുന്നുണ്ടോ, നല്ല നിറയെ അങ്ങനെ പോവും. അത് കാണുന്നുണ്ടോ എന്നറിയില്ല. അതിൻ്റെതാണ് ഇങ്ങനെ പുക മാതിരി